ഞാൻ അക്കാലത്ത് എഴുതിയ മുഴുവൻ ഗൗരവമുള്ള അഴിമതിയുടെ റിപ്പോർട്ടുകളും ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് വരികയോ ഒരു സംവാദത്തിന് തയ്യാറായാൽ ഇത് മുഴുവൻ ഞാൻ എടുത്ത് പുറപ്പെടുവിക്കാനും ഏത് പത്രത്തിനും കൊടുക്കാനും തയ്യാറാണ്. ഒരു മെമ്പറുടെ വീട്ടിലെ മെമ്പറുടെ മകന് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുത്തത് എനിക്കറിയാം. എന്തിന്? അതിനെ തുടർന്ന് ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ. ശബരിമല സപ്ലൈ ചെയ്ത ശർക്കര 40 കിലോ ഉള്ള ശർക്കര ബാഗുകളിൽ 32 കിലോ വന്ന് പിടിച്ച് റിപ്പോർട്ട് എഴുതി. അതിൻ്റെ അകത്ത് ശർക്കര ഉണ്ടകൾക്കകത്ത് മൈദ ഉണ്ടകൾ വെച്ച് അതിൻ്റെ പുറത്ത് കോട്ട് ചെയ്ത് കൊടുത്തതിന് റിപ്പോർട്ട് എഴുതി. ചീഫ് കെമിക്കൽ ലാബിൽ അനലൈസ് ചെയ്യണമെന്ന് എഴുതി കൊടുത്തതിൻ്റെ പിറ്റേന്ന് ആ കോൺട്രാക്ടറിൽ നിന്ന് 5 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് എന്നെ ഇൻസ്പെക്ഷനിൽ നിന്ന് അന്ന് മാറ്റിയത് എനിക്കറിയാം. ഈ ഫയലുകളെല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. ഒരു മേൽശാന്തിയുടെ മുറിയിൽ നിന്ന് 35,000 രൂപയുടെ നെയ്യഭിഷേകത്തിൻ്റെ തലേ ദിവസത്തെ ടിക്കറ്റ് പിടിച്ചു വൈക്കത്തുകാരൻ മേൽശാന്തിയുടെ അവിടെ നിന്ന്. അന്നത്തെ പ്രസിഡന്റിൻ്റെ അടുത്ത പ്രതികരണം എന്നറിയോ? അയാളെ ഉടനെ അവിടുന്ന് മാറ്റൂ. എൻ്റെ ഇരിപ്പുണ്ട് സാധനം, റിപ്പോർട്ടും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുത്തിട്ടില്ല. ഈ ശബരിമല ഭണ്ഡാരത്തിൽ MD ബോക്സ് വീഴുന്നതിനെ പറ്റി ഞാൻ റിപ്പോർട്ട് എഴുതി എടുത്തിട്ടുണ്ട്. അവിടെ 25 കോടിയുടെ ഭണ്ഡാരത്തിൽ തന്നെ അപകടമുള്ളത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അന്ന് ഒരു കൂട്ട് അരവണ 200 കിലോ ശർക്കരയും 30 കിലോ അരിയും ചേർത്ത് ഒരു കൂട്ട് അരവണയുടെ 963 കണ്ടെയ്നറിൽ നിറയ്ക്കാം. അത് 1200 വരെ അടിച്ച് ബൾക്ക് വിറ്റ് ടിക്കറ്റ് എടുത്തുള്ളൂ. എന്നെ 6 കോടി അപഹരിച്ചതിൻ്റെ റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കോപ്പി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്നിട്ട് എനിക്ക് വന്ന ദുരന്തം ചില്ലറയും ചില്ലാനും ഒന്നല്ല. 1-2 സസ്പെൻഷനും എൻ്റെ ഇൻക്രിമെൻ്റ് മാറിഞ്ഞും സർവീസിൽ നിന്ന് റിമൂവലും. ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉണ്ടായോണ്ടാണ് എൻ്റെ ശമ്പളം മേടിച്ച് ഞാൻ സർവീസിൽ തിരിച്ചു കയറിയത്. അവസാനം എന്നെ അവിടുന്ന് മാറ്റാൻ പാടില്ലെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് മേടിച്ച ഒരുത്തനാണ്. കള്ള സർട്ടിഫിക്കറ്റ് സംരക്ഷിക്കുന്ന അങ്ങനെ 100 കോടി രൂപയുടെ ആഡിറ്റ് റിപ്പോർട്ടുകൾ അവിടെ പല ഉദ്യോഗസ്ഥന്മാരെയും ചന്തികീഴിലിരിക്കുകയാണ്. ഗുരുതരമായ പണാഭരണങ്ങൾക്ക്, കൃത്യവിലോപങ്ങൾക്ക് നടപടിയെടുക്കാതെ കുറ്റവിമുക്തരാക്കിയ കേസുകൾ വേറെയുണ്ട്.